ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അര നാരങ്ങാനീരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2-3 പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടിയും ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മുമ്പ് എടുത്തിരുന്ന നാരങ്ങയുടെ പകുതി നാരങ്ങയാണിത്. ഇതിൻ്റെ ജ്യൂസാണ് എടുത്തിരുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഇതിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് വരും. ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ പാടുള്ളൂ. അപ്പോൾ അതും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ നാരങ്ങയുടെ തൊലിയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് അടിക്കരുത്. ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് പൊടിച്ച ഐസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യൂ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്